വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക അപ്പസ്തോല പ്രവർത്തനം 3-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. മുടന്തന് സൗഖ്യം കൊടുക്കുന്ന ഒരു ഈശോയെക്കുറിച്ച്, ശിഷ്യരുടെ കരങ്ങൾ വഴി മുടന്തന് സൗഖ്യം വെളിപ്പെടുത്തുന്ന ഒരു കർത്താവിനെക്കുറിച്ച്. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരുടെ ഭിക്ഷ യാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിക്കൽ അവർ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലതു കൈക്ക് പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. ഉടനെ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി. അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുതസ്തബ്ധരായി. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനത്തിൽ ഏറ്റവും ആദ്യം ശിഷ്യരുടെ കരങ്ങൾ വഴി ഈശോ ചെയ്യുന്ന ഒരു വലിയ അത്ഭുതമാണ് 3-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നത്. ഈശോയുടെ കൂടെ നടക്കുമ്പോൾ ഈശോ ഒത്തിരി മുടന്തരെ സുഖപ്പെടുത്തി, കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തി, അന്ധരെ സുഖപ്പെടുത്തി, ബധിരർക്ക് കേൾവിശക്തി കൊടുത്തു, തളർവാദ രോഗി എഴുന്നേൽപ്പിച്ചു, ജായിറോസിൻ്റെ മരിച്ച മകളെ ഈശോ ഉയർപ്പിച്ചു, കർത്താവിനെ തൊട്ടവർക്ക് അത്ഭുതങ്ങളുണ്ടായി. ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ട ശിഷ്യരുടെ ജീവിതത്തിൽ അവരുടെ കരങ്ങൾ വഴി കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതമാണ് ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ചെയ്തു വെച്ചിരിക്കുക. അപ്പോൾ ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ അത്ഭുതം ഇവർക്ക് ചെയ്യാൻ സാധിച്ചതെന്ന്. ഈശോയുടെ മരണശേഷം പേടിച്ചരണ്ട് ഒറ്റപ്പെട്ട് ഭയവിഹുലരായി ചിതറിക്കപ്പെട്ടു പോയ ശിഷ്യര് അമ്മയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്ന് അഭിഷേകം ചെയ്തെന്ന് നമുക്കറിയാം. ആ അഭിഷേകത്തിൻ്റെ ജ്വലനത്തിൽ ആദിമസഭ രൂപപ്പെട്ടു. ആദിമ ക്രൈസ്തവ സഭ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ ചേർത്ത് വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചിതറിക്കപ്പെട്ട മക്കളെ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്കറിയാം പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദിവസത്തിൽ 3 പ്രാവശ്യമെങ്കിലും അവർ പ്രാർത്ഥിച്ചിരിക്കണം. 6 മണിക്കും 9 മണിക്കും 3 മണിക്കും ഒക്കെ അവർ പ്രാർത്ഥിക്കണം. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിച്ചിരിക്കണം. ഇപ്പോൾ ഇതാ ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഈശോയുടെ തോളിൽ ചാരിക്കിടന്ന യോഹന്നാനും, കർത്താവെ, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞിട്ട് ഈശോയുടെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചതും, എന്നാൽ പറ്റിപ്പോയ വീഴ്ചയിൽ ഈശോ ഇവരെക്കാൾ അധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ ആ പത്രോസും യോഹന്നാനും ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വേറൊന്നിനും വേണ്ടിയല്ല, വചനം പ്രഘോഷിക്കാനോ ഒന്നിനും വേണ്ടിയല്ല. അവർ പോകുന്ന ഒറ്റ കാര്യത്തിനാണ്, ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തെ ആരാധിക്കാൻ 2 ശിഷ്യർ ദേവാലയത്തിലേക്ക് കാലെടുത്ത് വെച്ച് നടന്നു പോകുമ്പോൾ ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ആരോ കൊണ്ടുവരിക 2 പേരെ. അവർക്കറിഞ്ഞുകൂടാ. അതിനു മുമ്പ് ഒരു അത്ഭുതങ്ങളും ഇവരുടെ കരങ്ങൾ വഴി ചെയ്തതായി വചനത്തിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ മുടന്തനായ ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുവന്നു. അവർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരുടെ ഭിക്ഷ യാചിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ആ കവാടത്തിൻ്റെ പേര് സുന്ദര കവാടമെന്നാ. പക്ഷെ സുന്ദര കവാടം, മനോഹര കവാടമെന്ന് പറയുന്നെങ്കിലും അവിടെ കിടക്കുന്ന വ്യക്തിയുടെ മനസ്സിന് സുന്ദരത്വമില്ല, ശരീരത്തിന് സുന്ദരത്വമില്ല. തകർന്നു കിടക്കുന്ന, വേദനിക്കുന്ന മക്കൾ കിടക്കുന്ന സ്ഥലമാണ് ദേവാലയത്തിലെ സുന്ദര കവാടത്തിലിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പേരും ജീവിത യാഥാർത്ഥ്യങ്ങൾ യാതൊരു ബന്ധം കോൺട്രഡിക്ഷനാണ്. പക്ഷെ ഇവിടെ ഈശോ പ്രവർത്തിക്കാൻ പോവുകയാണ്.
ദേവാലയത്തിൽ വിളിക്കപ്പെടുന്ന ദേവാലയത്തിൽ അവനെ കിടത്തുക പതിവായിരുന്നു. അപ്പോൾ പതിവായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്ന വചനം നമ്മളൊന്ന് എടുക്കുകയാണ്. ഈശോയും ഈ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ഈശോയും കടന്നു പോയിട്ടുണ്ട് ഈ സുന്ദര കവാടത്തെങ്കിലൂടെ. അന്നും ഇവൻ ഇവിടെ കിടന്നിട്ടുണ്ട്. ഈശോ ഒത്തിരി പേരെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഈശോ ഈ മുടന്തനെ സുഖപ്പെടുത്തിയതായി സുവിശേഷത്തിൽ ഒരിടത്തും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഈശോയുടെ ശിഷ്യർ കടന്നു പോകുമ്പോൾ ഈശോ ഈ മുടന്തനെ സുഖപ്പെടുത്താൻ ഇടയാക്കുകയാണ്. എന്തെന്നാൽ കർത്താവിന് വേണമെങ്കിൽ അന്ന് അവനെ സുഖപ്പെടുത്താമായിരുന്നു. ഈശോ കടന്നുപോയി സുന്ദര കവാടത്തെങ്കിൽ. പക്ഷേ ഈ പതിവായി കടന്നിരുന്ന അവനെ ഈശോ സുഖപ്പെടുത്താത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഈശോ സുഖപ്പെടുത്തിയാൽ ഒറ്റ കാര്യം ചിന്തിക്കാം, ഈശോ ചെയ്ത ഒരു അത്ഭുതത്തിൽ സാധാരണ അത്ഭുതം പോലെ അതുമായി പോവും. പക്ഷേ ശിഷ്യരുടെ കരങ്ങൾ വഴി ഇത് ചെയ്യപ്പെടുമ്പോൾ, ശിഷ്യരുടെ കരങ്ങൾ വഴി ആദ്യം ഇത് സംഭവിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിക്കപ്പെടും. സഭയിൽ വിശ്വാസം വളരും. ജനതകൾ യേശുവിനെ തേടാൻ തുടങ്ങുമെന്ന് ഈശോയ്ക്കറിയാം. ഇത് ഈശോയുടെ ടൈമാണ്. ഈശോ ടൈം ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ച ഒരു അത്ഭുതമായത്. അല്ലെങ്കിൽ ഈശോയ്ക്ക് ചെയ്യാം. ഈശോ ഇവനെ സുഖപ്പെടുത്തിയാൽ മറ്റു വ്യക്തികൾ സുഖപ്പെടുത്തിയതുപോലെ തന്നെ ഒരു മുടന്തൻ്റെ സൗഖ്യമായി അവിടെ മാറും. പക്ഷേ ഈശോ അത് മാറ്റിവെച്ചു തൻ്റെ ശിഷ്യർക്ക് വേണ്ടി. ശിഷ്യരുടെ കരങ്ങൾ വഴി കർത്താവിൻ്റെ പ്ലാൻ, സ്വർഗത്തിൻ്റെ പദ്ധതി ഞാനും നിങ്ങളുമൊക്കെ ചെയ്യാൻ സ്വർഗം ചില പദ്ധതികളും പ്ലാനുകളും രൂപീകരിച്ചിട്ടുണ്ട്. ആ പ്ലാനുകൾക്കും പദ്ധതികൾക്കും അനുസരിച്ച് സ്വർഗത്തോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതം വഴി ഈശോ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യും. സഭ വിസ്തൃതമാക്കപ്പെടും, സഭ അനുഗ്രഹിക്കപ്പെടും, സഭ ഉയർത്തപ്പെടും. ഈശോ അത് തന്നെ ഇവിടെ ചെയ്തത്. പതിവായി കിടന്ന അവരുടെ പക്കൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന കണ്ട് അവൻ അവരോടും ഭിക്ഷ യാചിച്ചു. വേറെ ഒന്നും അവൻ പ്രതീക്ഷിച്ചില്ല. സൗഖ്യങ്ങളോ സന്തോഷങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവനെ ഏറ്റെടുക്കാൻ സ്വർഗം വെച്ച സമയമായിരുന്നു അത്. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ രണ്ടുപേർ ഒരുമിച്ചല്ലേ പോവുക? ക്രിസ്തു ശിഷ്യർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു ഐക്യത്തിൻ്റെ അരൂപി കൂടി അവിടെയുണ്ട്. ദൈവരാജ്യത്തിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രാർത്ഥന പേഴ്സണൽ പ്രെയർ അല്ല. ഒരു വ്യക്തി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ മസ്റ്റാണ്. നമ്മൾ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നത് പോലെ യഹൂദരെ സംബന്ധിച്ച് മസ്റ്റാണ് ഈ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കണം. അപ്പോൾ ഇവരെന്താ ചെയ്തേ? ശിഷ്യർ രണ്ടുപേരോട് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനമായി നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഇന്ന് ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ദേവാലയത്തിൽ പോകേണ്ട ചില സമയങ്ങളിൽ ഞാൻ ഒരുമിച്ച് പോകണം. ഐക്യത്തോടെ പോകുമ്പോഴാണ് ദൈവം ഇടപെടാൻ തുടങ്ങുന്നത്. പേഴ്സണൽ പ്രെയറിൻ്റെ കാര്യമല്ല ഇവിടെ പറയുക, ഒരുമയോടുള്ള പ്രാർത്ഥനയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് ഈ കാര്യം ചിന്തിക്കാനായിട്ട് പറ്റും. നമ്മൾ ഒരുമിച്ച് പോകാൻ തുടങ്ങണം. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോയി. കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചാണ് നോക്കിയത്. പക്ഷെ പത്രോസിൽ ആത്മാവിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പന്തക്കുസ്ത അനുഭവം സ്വീകരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ പത്രോസിനറിയാം കർത്താവ് പ്രവർത്തിക്കാൻ പോവുക. അവരുടെ പക്കൽ നിന്ന് എപ്പോഴും ഇവന് വിശ്വാസമൊന്നുമില്ല. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനം 3:6 ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ക്രിസ്ത്യാനിയായി ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. എന്നിൽ നിന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞാൻ പറയണം, എനിക്ക് തരാൻ വെള്ളിയോ സ്വർണമോ ഇല്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. അടുത്ത വചനം, നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയപ്പെട്ടവരെ, സ്വർണവും വെള്ളിയും ഇല്ലാത്തവർക്കും കയ്യിലൊരു കാര്യമുണ്ട്, യേശുനാമം. ഹൃദയത്തിലൊരു യേശുവുണ്ട്. ആ യേശുവിനെ കൊടുത്താൽ അവിടെ ഒരു അത്ഭുതമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ സത്യത്തിൽ അവിടെ ചെല്ലുക, ആ വീട്ടിലെ ചേട്ടൻ 4 ആഴ്ചയായിട്ട് ശക്തമായ തലവേദന എടുത്ത് കിടക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് പ്രകാരമാണ്. രാത്രി 11:30 തലവേദന വരും, 1 മണിക്കൂർ നീണ്ടു നിൽക്കും, 2:30 വീണ്ടും വരും, വീണ്ടും 1 മണിക്കൂർ നീണ്ടു നിൽക്കും. അങ്ങനെ രാത്രി മുഴുവൻ തലവേദന. 5 മണി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നോർമൽ മനുഷ്യൻ. ആശുപത്രികൾ മാറി മാറി കാണിച്ചിട്ടും ഈ മനുഷ്യൻ്റെ വേദനയ്ക്ക് ഒരു ശമനമില്ല. വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻസ് എടുത്തു, പെയിൻ കില്ലർ എടുത്തു. പക്ഷേ രാത്രിയിൽ രോഗപീഠയ്ക്ക് ഒരു കുറവുമില്ല. ആയുർവേദ മരുന്നുകളും ഒറ്റമുറികളും ചെയ്തിട്ടും കുറവില്ല. ഒരു ദീർഘകാലികനായ മനുഷ്യൻ മെലിഞ്ഞു ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ. സങ്കടം കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ആ മനുഷ്യന് പ്രാർത്ഥിക്കാൻ തോന്നിക്കുക. അപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. എൻ്റെ ഈശോയെ, എനിക്കൊന്നും കൊടുക്കാനൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ സ്വീകരിച്ച വിശുദ്ധ കുർബാന എൻ്റെ ഉള്ളിലുണ്ട്.
ഞാൻ ഈ മനുഷ്യൻ്റെ തലയിലേക്ക് കൈ വെക്കുക, നീ സൗഖ്യപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി, ദിവ്യകാരണത്തിൻ്റെ ശക്തി ആ മനുഷ്യൻ്റെ ശിരസിൽ പതിക്കപ്പെട്ടത് അടുത്ത ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു. ഈ വചനം നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് വെക്കണം. നമുക്ക് കൊടുക്കാൻ വേറൊന്നുമില്ല. ഈശോയെ സ്വന്തമായിട്ട് സ്വീകരിച്ചവർക്ക് ഈശോ സ്വന്തമല്ലേ, കൊടുക്കണം. കർത്താവിനോട് പറയണം, തരാൻ സ്വർണ്ണമില്ല, വെള്ളിയില്ല, മരുന്നില്ല, ഒന്നും എനിക്കില്ല, ലേപനങ്ങളില്ല, പക്ഷേ തരാൻ ഒന്നുണ്ട്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോ. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെ എനിക്ക് നിനക്ക് തരാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, പിച്ചക്കാരനെ കാണുമ്പോഴും അത് ചെയ്യാൻ നമുക്ക് പറ്റും. കൈ നീട്ടുമ്പോൾ കൊടുക്കാൻ പോക്കറ്റിലൊന്നുമില്ലെങ്കിലും ഒരു കാര്യം പറയത്തില്ലേ, എൻ്റെ ഈശോ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. അത് തന്നെ ഇവർ ചെയ്തുള്ളൂ. തരാനൊന്നുമില്ല. ഇവർക്ക് അത്ഭുതം നടക്കുമെന്ന് വിശ്വാസമൊന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ട് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ എങ്കിലും ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്തിക്കുക, വെള്ളിയോ സ്വർണമോ ഒന്നും കയ്യിലില്ല, പക്ഷേ എനിക്കുള്ളതിനൊക്കെ ഞാൻ തരുന്നു. ഉള്ളിലിരിക്കുന്ന, കണ്ടുമുട്ടിയ, കൂടെ നടന്ന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റോളാൻ പറഞ്ഞു. പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. ഒറ്റ കാര്യം ഓർക്കണം, ഇവിടെ അവൻ ഒരു അത്ഭുതം നടന്നപ്പോൾ അവൻ ദൈവത്തെ സ്തുതിച്ചു. എങ്ങനെയാണ് സ്തുതിച്ചേ? നടന്ന് കുതിച്ചു ചാടി എഴുന്നേറ്റ്. എന്നിലൂടെ എൻ്റെ കർത്താവ് മറ്റു മക്കളെ അനുഗ്രഹിക്കുമ്പോൾ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനെ ഞാൻ കൊടുത്തു കഴിയുമ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചിട്ട് അവനെ കൂടെ ഈശോയുടെ വഴിയിലേക്ക് ചേർക്കണം. ഒരുപക്ഷെ ആദ്യം അവൻ ആ സന്തോഷം കിട്ടി ദൈവത്തെ സ്തുതിച്ചു, പക്ഷെ അവരെന്ത് ചെയ്തു? അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു, കൂടെ കൊണ്ട് നടക്കുക. ഇനി ഈശോയെ അവൻ ആരാധിച്ചോണം. അവൻ്റെ സത്യദൈവം യേശുവാണ്. അവനോട് പറയുക, അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും എല്ലാം ജനം കണ്ടു. ഇപ്പോഴാണ് ദേവാലയം സുന്ദര കവാടം എന്നുള്ള പേരിന് ശരിക്കും ദേവാലയത്തിൽ സുന്ദര കവാടം അർഹമായി തീർന്നത്. എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഒക്കെ ആ കുടുംബം രക്ഷപ്പെടാത്ത കുടുംബമാണെന്ന് ആരെങ്കിലുമൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ ദേശം താമസിക്കാൻ കൊള്ളില്ലെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. അപ്പം നമ്മളതിനെ പാടെ ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു ക്രിസ്ത്യാനി, വിശുദ്ധിയുള്ളൊരു ക്രിസ്ത്യാനി എവിടെ ഉണ്ടെങ്കിൽ, അവൻ യേശുവിൻ്റെ ധരിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? അത് ഏറ്റെടുക്കണം. നീ അത് ഏറ്റെടുത്തിട്ട് അവിടെ ആരതിനെ മോശമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ ദൈവത്തിന് നല്ലതാക്കാൻ പറ്റും. അവിടെ ദൈവത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പറ്റും. ഒരു വ്യക്തി ചോദിക്കുകയാണ്, വക്കീൽ ജോലിയുള്ള മനുഷ്യനാണ്, ഓഫീസേഴ്സ് എല്ലാം പല രീതിയിൽ നന്മയൊന്നും ചെയ്യുന്നില്ല, അനീതി പ്രവർത്തിക്കുക, അതുകൊണ്ട് ഇവിടെ നിന്ന് സ്ഥലം മാറി വേറൊരു സ്ഥലത്തേക്ക് പോകാം. ഈ 17-18 വർഷമായി ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വേറെ സ്ഥലത്തോട്ട് പോകാം, പ്രാർത്ഥിക്കാമോ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ ഈശോ ഒരു സന്ദേശം തരുന്നത് ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കുമല്ല, ഈ മനുഷ്യനോട് ചോദിക്കുക, അവരുടെ അനീതിയെ നീതിയുള്ളതാക്കി അവരുടെ ജീവിതത്തെ മാറ്റാൻ ഒരു സമയമെങ്കിലും പ്രാർത്ഥിച്ചോ? എന്ത് ചെയ്തു? യേശുവിനോട് അവർക്ക് വേണ്ടി യാചിച്ചോ? പ്രിയപ്പെട്ടവരെ, ചില സാഹചര്യങ്ങളെ ഒഴിവാക്കി ശരിയാവില്ല എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുവല്ല ഞാനും നിങ്ങളും ചെയ്യണ്ടേ. മറിച്ച് അവിടെ അശുദ്ധ കവാടമായി അത് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ സുന്ദര കവാടമാക്കി എൻ്റെ ജീവിതം വഴി, എൻ്റെ കരങ്ങൾ വഴി, എൻ്റെ യേശുവിലൂടെ അടയാളങ്ങൾ സംഭവിച്ച് അതിനെ മാറ്റിയെടുക്കുന്ന ഒരു ദൗത്യം യേശു എനിക്ക് തന്നിട്ടുണ്ട്. അവരെയും ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം. അവരെയും ദൈവത്തോടൊപ്പം അവരെയും ദൈവത്തെ സ്തുതിക്കാൻ പ്രാപ്തിയുള്ളതാക്കി നമുക്ക് മാറ്റാൻ പറ്റണം. അവിടെയാണ് ദൈവം എൻ്റെ കൂടെയുള്ളതെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുക. സുന്ദര കവാടത്തിൻ്റെ ബ്യൂട്ടി അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നത്. നമുക്ക് കൊടുക്കാൻ സ്വർണവും വെള്ളിയും ഒന്നും കാണില്ല, എന്നാൽ തളർന്നു കിടക്കുന്ന ലോകത്തിന് കൊടുക്കാൻ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന യേശുവിൻ്റെ ശക്തിയുണ്ട്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒരു പ്രാർത്ഥന നീ കൊടുത്താൽ മതി. ചില വ്യക്തികൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈശോ ചിലപ്പോൾ ചില പേരുകൾ പറയും, അപ്പോൾ അവർ പറയും ഓർമ്മ പോലും ഇല്ല. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവർ രക്ഷിക്കപ്പെടാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, വരും ദിവസങ്ങൾ അവരെ കണ്ടുമുട്ടാൻ പറ്റും. ആ ഒരു പ്രാർത്ഥനയാവും. ചിലർ പറയും പ്രാർത്ഥിച്ചത് കൊണ്ടാണ് വലിയൊരു ആക്സിഡൻറ്റ് രക്ഷപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒക്കെ ഒരു അനുഭവങ്ങൾ ഈശോയോട് ചോദിക്കണം. പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞ് അവർ ദൈവത്തെ പ്രഘോഷിച്ച് തൻ്റെ ഉള്ളിലെ യേശുവിനെ കൊടുത്തതുപോലെ ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ മുടന്തൻ്റെ സൗഖ്യം നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരങ്ങൾ വഴി ദൈവം ചെയ്യാൻ, സ്വർഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെനിക്ക് വേണ്ടി സ്വർഗം വെച്ചിരിക്കുന്ന സമയമായത്. എനിക്ക് ആയുസ്സുള്ള ഈ സമയം ഞാൻ തിരിച്ചറിയണം. എൻ്റെ ദൈവം എൻ്റെ ഈ സമയത്ത്, അവൻ എന്നെക്കുറിച്ച് പ്ലാൻ വെച്ചിരിക്കുന്ന ഈ സമയത്ത്, എൻ്റെ കണ്ണിന് വെളിച്ചമുള്ളപ്പോൾ, എനിക്ക് ആയുസ്സുള്ളപ്പോൾ എൻ്റെ കരങ്ങൾ വഴി സ്വർഗത്തിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒറ്റ കാര്യമുള്ളൂ, ഉള്ളിലിരിക്കുന്ന യേശുവിനെ കൊടുക്കാൻ തുടങ്ങണം. രാത്രിയെ
രാത്രിയും പകലുമൊക്കെ ഉള്ളിരിക്കുന്ന യേശുവിനെ കൊടുക്കാൻ, ഉണർവിലും ഉറക്കത്തിലും യേശുവിനെ കൊടുക്കാൻ നിനക്ക് പറ്റിയാൽ നീ മറ്റുള്ളവരുടെ വിശ്വാസത്തെ പ്രഘോഷിക്കാൻ തുടങ്ങുന്ന വ്യക്തിയായി മാറും. അപ്പസ്തോലന്മാർ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. യേശുനാമത്തിൻ്റെ ശക്തിയാണ് നമ്മൾ കാണുക. മറ്റൊരു കാര്യം നമ്മെ പഠിപ്പിക്കുക യേശുനാമത്തിൻ്റെ ശക്തിയാണ്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുക: എവിടെയെല്ലാം എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുമോ അവിടെയെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക വചനത്തിൻ്റെ അതേ അത്ഭുതമാണ് അപ്പോസ്തല പ്രവർത്തനം 3-ാമത്തെ അധ്യായത്തിൽ സംഭവിച്ചത്. ഞങ്ങൾക്ക് തരാൻ ഒന്നുമില്ല, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. വേറെ ഒന്നും പറഞ്ഞില്ല, ഒത്തിരി സുതുപ്പുകൾ നടത്തിയില്ല, ജപമാല ചൊല്ലിയില്ല, ഒന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇന്ന് എനിക്കുള്ള വലിയ സമ്പത്ത എൻ്റെ യേശുവിൻ്റെ നാമം. ഈ പുറപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ എവിടെ ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കുന്നോ ഇടവരുത്തുന്നോ അവിടെയെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പുറപ്പാട് 20-24 മനസ്സിൽ ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് എൻ്റെ കുടുംബത്തിൽ ഉയർച്ചയില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ കുടുംബം ഒന്നാകെ നിൻ്റെ നാമം വിളിക്കാൻ പോവുക. അന്ന് ആ മുടന്തന് നസ്രായൻ യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യം കൊടുത്തെങ്കിൽ ഇന്ന് തളർന്നു കിടക്കുന്ന അവസ്ഥ, എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ബിസിനസ് ശരിയാകാത്ത അവസ്ഥകൾ, നിരന്തരമായി നടുവിന് വേദന കൊണ്ട് രോഗപീഠകൾ കൊണ്ട് അലയുന്ന അവസ്ഥകൾ, കർത്താവെ എനിക്ക് എഴുന്നേൽക്കണം ഈശോയെ, എനിക്കതിന് കിടന്നാൽ പോരാ. നീ പറഞ്ഞില്ലേ എവിടെയെല്ലാം നിൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നു അവിടെയെല്ലാം ഞാൻ വന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ഈ മുടന്തൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിച്ചെങ്കിൽ അതുപോലെ എൻ്റെ ജീവിതത്തിലും യേശുനാമത്തിൻ്റെ ശക്തികൾ എനിക്ക് എഴുന്നേൽക്കണം. എൻ്റെ കുടുംബത്തെ ഇങ്ങനെ വിട്ടാൽ പോരാ കർത്താവെ, എൻ്റെ കുടുംബത്തിന് യേശുനാമത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ പറ്റണം. എൻ്റെ മക്കളിൽ യേശുനാമത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. എൻ്റെ കുടുംബ ജീവിത പങ്കാളിയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണം. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ആ ഒരു ചിന്ത, ആ ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപകൾ നിറയാൻ തുടങ്ങും. പത്രോസ് പ്രസംഗിച്ചതൊക്കെയാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പത്രോസിൻ്റെ 2-ാമത്തെ പ്രസംഗത്തിന് ശേഷമാണ് ഈ മുടന്തരുടെ സൗഖ്യം നമ്മൾ കാണുക. 2-ാമത്തെ പ്രസംഗത്തിന് ശേഷം ആദിമ ക്രൈസ്തവ സമൂഹം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ദാവീദ് പറഞ്ഞൊരു വചനം എടുത്തു പറഞ്ഞിട്ടാണ് പത്രോസ് വചനം പറയുക. അപ്പോസ്തല പ്രവർത്തനം 2:25 ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു: ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ഇപ്പോൾ ഈ പത്രോസ്ലീഹ പറഞ്ഞില്ലേ എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നെന്ന്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞേ? കർത്താവിനെ കൺമുമ്പിൽ ദർശിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ 2-ാമത്തെ കാര്യം ഇതിനകത്ത് ചിന്തിക്കേണ്ടത്, ഒന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ടൈമിംഗ് വെച്ചിട്ടുണ്ട്. സ്വർഗം ഞാൻ ചെയ്യാൻ ചില കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട്, അത് ഞാൻ തന്നെ ചെയ്യണം. എൻ്റെ കരങ്ങൾ വഴി ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. 2-ാമത്തെ കാര്യം, യേശുനാമത്തിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചകളെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് പറ്റണം. 3-ാമത്തെ കാര്യം, എൻ്റെ ഉള്ളിലുള്ള യേശുവിനെ എനിക്ക് കൊടുക്കാൻ പറ്റണം. 4-ാമത്തെ കാര്യം, ഇത് 3ഉം എനിക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം എനിക്കുണ്ടാവണം. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം എനിക്കില്ലെങ്കിൽ ഞാൻ ചഞ്ചലചിത്തനാകും, ഞാൻ തളരാൻ തുടങ്ങും, ഞാൻ പതറാൻ തുടങ്ങും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് അപ്പോസ്തല പ്രവർത്തനം 2:25 ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ. പത്രോസിൻ്റെ പ്രസംഗമുണ്ട് 14-ാമത്തെ വചനം മുതൽ 36-ാമത്തെ വചനം വരെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ് കർത്താവ് ആത്മാവിനെ അഭിഷേകം ചെയ്തതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ് വെച്ചിട്ട് ഈ ഒരു വചനം ഇങ്ങ് എടുത്തു പറഞ്ഞതിന് ശേഷമാണ് ഈ സൗഖ്യങ്ങൾ നമ്മളിവിടെ കാണുക. മറ്റൊന്നും കൊണ്ടുമല്ല, കൺമുമ്പിൽ ദർശിച്ച ദാവീദിനെ പോലെ കർത്താവായ യേശുവിനെ, ജീവനുള്ള യേശുവിനെ കൺമുമ്പിൽ ദർശിച്ചു. യോഹന്നാസ്ലീഹ പറയുന്നൊരു യോഹന്നാസ്ലീഹ ഒപ്പമുണ്ട്. യോഹന്നാസ്ലീഹ പറയും, യോഹന്നാസ്ലീഹയുടെ 1-ാമത്തെ ലേഖനത്തിൽ ഞങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും വചനം ഇതാണ്. യോഹന്നാസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയും, ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്ത യോഹന്നാൻ്റെ മനസ്സിലുണ്ട്, കണ്ടതും കേട്ടതുമൊക്കെ. പത്രോസിൻ്റെ പ്രസംഗത്തിൽ പത്രോസ് പറഞ്ഞു, കർത്താവിനെ കൺമുമ്പിൽ ദർശിക്കുന്നു. ഈ കണ്ടതും കേട്ടതും ദർശിച്ചതുമായ യേശുവിനെ ഉള്ളിൽ വഹിച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക.
അവിടെ അത്ഭുതം സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ഇന്നൊരപ്പൻ തൻ്റെ കുഞ്ഞിനെ ഓർത്ത് വേദനിക്കേണ്ട കാര്യമില്ല, തൻ്റെ മകളെ ഓർത്ത് വേദനിക്കേണ്ട കാര്യമില്ല. നീ കണ്ടു, നീ കേട്ടു, നീ അനുഭവിച്ചു. ആ കർത്താവ് നിൻ്റെ ഉള്ളിലുണ്ട്. വിശ്വാസത്തിൻ്റെ വലിയ പ്രഘോഷണമായി ആദ്യം നിൻ്റെ വ്യക്തിജീവിതം മാറണം. പത്രോസ്ലീഹ വ്യക്തിജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചതുകൊണ്ടാണ് ഇവിടെ സൗഖ്യങ്ങൾ കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നമുക്കും അതിന് സാധിക്കണം. വ്യക്തിജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അറിഞ്ഞ് കടന്നു പോകുന്ന വഴികളിലെല്ലാം ദൈവ സാന്നിധ്യം. പൗലോസ്ലീഹായെക്കുറിച്ച് പറയും നടന്നു പോകുന്ന വഴികളിൽ നിഴലടിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടുന്ന വിധത്തിലുള്ള ശക്തിയും അഭിഷേകം നിറയപ്പെടാനായിട്ട് കർത്താവ് പൗലോസ്ലീഹായ്ക്ക് കൃപ കൊടുത്തുന്ന അതുപോലൊരു കൃപ കർത്താവെ എൻ്റെ ജീവിതത്തിൽ താ. എനിക്കിങ്ങനെ കിടന്നാൽ പോരാ. എത്രയോ മക്കളാണ് പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നത്. യേശുനാമത്തിൻ്റെ ആയുധം കൂടെ ഇരിക്കുമ്പോൾ, യേശു ഒപ്പം ഉള്ളപ്പോൾ നമ്മൾ കിടക്കേണ്ടവരല്ല, നമ്മൾ ഇരിക്കേണ്ടവരുമല്ല. ഈ മുടന്തൻ അതുവരെ കിടന്നു. അവൻ ദേവാലയ കവാടത്തിൽ ചുമ്മാ കിടക്കുക. വല്ലൊരു ഇട്ടാൽ മേടിക്കാം. പക്ഷേ യേശുനാമത്തിൻ്റെ ശക്തി അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവന് സംഭവിച്ചു. അവൻ ചാടി എഴുന്നേറ്റു, നടന്നു, കുതിച്ചു ചാടി ദൈവത്തെ സ്തുതിച്ചു. ചാടി എഴുന്നേറ്റു, നടന്നു, കുതിച്ചു ചാടി ദൈവത്തെ സ്തുതിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് പറ്റണം. ചാടി എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവനാമം പറയുമ്പോൾ എനിക്കത് വായിൽ മധുരമാകണം, എൻ്റെ ചെവിയിൽ അത് ഗാനമായി മാറണം, ഹൃദയത്തിൽ അനുഭവമായി മാറണം, അതെനിക്ക് മരുന്നായി മാറണം. യേശുനാമം ഞാൻ പറയുമ്പോൾ എനിക്കത് വായിൽ മധുരമായി മാറണം എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പല വ്യക്തികളുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റും, കഠിനമായ ഭയത്തോടെയൊക്കെ ചില വ്യക്തികൾ കടന്നു വരുമ്പോൾ സംസാരിക്കാൻ പറ്റാതെ ചില കുഞ്ഞുങ്ങളുണ്ടാകും, വിക്കുള്ള അവസ്ഥകൾ. അവരുടെ യേശുനാമം ആവർത്തിച്ച് പറയുമ്പോൾ ഒരു ദിവസം 33 തവണ യേശുനാമം പറഞ്ഞോളാൻ പറയുക. പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ആ സംസാര സ്ഫുടതയില്ലാത്ത കുഞ്ഞിൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരികയാണ്. അത് അവന് മധുരമായി മാറിയപ്പോൾ അവൻ്റെ കെട്ടുകൾ അഴിയപ്പെടുകയാണ്. യേശുനാമം നമ്മുടെ വായിൽ മധുരമായി മാറണം, നമ്മുടെ ചെവിയിൽ ഗാനമായി മാറണം. യേശുവിൻ്റെ നാമം എങ്ങനെയാണ് ചെവിയിൽ ഗാനമായി മാറുക? യേശുവിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് പറ്റുമ്പോഴാണ്. യേശുവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റണം. ജീവിതത്തിൻ്റെ സഹനങ്ങളിലും സങ്കടങ്ങളിലുമൊക്കെ കൂടെ ഇരിക്കുന്ന യേശുവിൻ്റെ സ്വരം എൻ്റെ ചെവി കൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റണം. ഞാൻ ദൈവസ്തുതികളുടെ സ്വരം കേൾക്കുന്ന ഒരു അവസ്ഥയായി മാറണം. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്തുതിപ്പ് എന്നിലിങ്ങനെ നിറയാൻ തുടങ്ങും. നമ്മളിൽ യേശു ഉള്ളതാ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് മറ്റൊരു വഴിയാണ് യേശുവിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ കൂടെ ഇരിക്കണേ. സാധകൻ്റെ സഞ്ചാരം എന്നൊരു പുസ്തകത്തിൽ എപ്പോഴും പറയും, കർത്താവെ ദാവീദിന്റെ പുത്രനായ യേശുവിനിൽ കനിയണമേ. അങ്ങനെ ആവർത്തിച്ച് പറയും തോറും ഒരു ദൈവിക ശക്തിയിൽ അങ്ങ് മാറിയിട്ട് അവൻ ആ യേശുനാമം തന്നെ അവൻ അവതരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു വ്യക്തി യേശുനാമം ഇങ്ങനെ ആവർത്തിച്ച് പറയും തോറും യേശുനാമത്തിൻ്റെ ശക്തി അവനിൽ വന്ന് പതിക്കപ്പെട്ട് അവൻ മറ്റൊരവസ്ഥയിലേക്ക് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ അത്ഭുത ശക്തിയുണ്ട് യേശുനാമത്തിന്. അത്ഭുതകരമായ ശക്തിയാണ് യേശുനാമത്തിന്. ഒരു ചേച്ചിയുടെ നാവിൽ വെള്ളപ്പാണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ചേച്ചി ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കണം, ക്യാൻസറാണെന്ന് വിദേശത്തുള്ള ഡോക്ടർമാർ സംസാരിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം? ചേച്ചി യേശുനാമം ആവർത്തിച്ച് പറ, കർത്താവ് തൊടും. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് കർത്താവ് ചെയ്യുന്നത്. 6 ആഴ്ച കഴിഞ്ഞപ്പോൾ പാടുപോലുമില്ലാതെ അത് മാറുമ്പോൾ ക്യാൻസർ എന്ന് എഴുതി വെച്ച പേപ്പറുകളെ കീറിക്കളയാനേ നമുക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശുനാമം വായിൽ മധുരമായി, ചെവിയിൽ ഗാനമായി, ഹൃദയത്തിൽ അപ്പോൾ അനുഭവമായി മാറാൻ തുടങ്ങും. അത് വായ കൊണ്ട് പറഞ്ഞ് ചെവി കൊണ്ട് കേട്ട് കഴിയുമ്പോൾ അനുഭവമാണ്. അതെനിക്ക് മരുന്നാകും, അതെനിക്ക് ഔഷധമാകും, അതെനിക്ക് ശക്തിയാകും, എൻ്റെ ഞരമ്പുകളിൽ ബലം പകരാൻ തുടങ്ങും. യേശുനാമത്തിൻ്റെ ഒരു ശക്തി നമ്മൾ അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ ഇത് തന്നെ, ഈ മുടന്തനെ സൗഖ്യപ്പെടുത്തിയപ്പോൾ അവർ കണ്ടു. പിന്നെ പത്രോസ് ഈ മുടന്തനെ സൗഖ്യപ്പെടുത്തിയ അടുത്ത നിമിഷം, ആ ഒരു അനുഭവം നടന്ന അടുത്ത നിമിഷം 11-ാമത്തെ വചനത്തിൽ പത്രോസിൻ്റെ അടുത്ത പ്രസംഗമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുനാമത്തിൻ്റെ ശക്തി എവിടെ വ്യാപരിച്ച് കാണുന്നോ അവിടെ ദൈവം, ഇപ്പം നീ യേശുവിനെ കൊടുത്തൊരു ശക്തി നിൻ്റെ ജീവിതത്തിൽ അവിടെ സംഭവിച്ചു, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ കർത്താവ് എന്താ ചെയ്യുക? നിനക്കൊരു വേദി ഒരുക്കുകയാണ് യേശുവിനെ പ്രഘോഷിക്കാൻ. അത് തന്നെ പത്രോസ്ലീഹയുടെ കാര്യത്തിൽ സംഭവിച്ചേ. ദേവാലയത്തിൽ പ്രസംഗിക്കാൻ പോയതല്ലേ അവർ,
പ്രാർത്ഥിക്കാൻ പോയി. അവരുടെ കരങ്ങൾ വഴി കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തു. അവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് ദേവാലയത്തിലുള്ള എല്ലാ മനുഷ്യരും മനസ്സിലാക്കി. അവൻ അത്ഭുത സ്തബ്ധരായി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ ഒരു വേദി യേശു അവർക്ക് ഒരുക്കി കൊടുത്തു. കാരണം 11-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയും, അവൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാൻ നിൽക്കുന്നത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമൻ്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി. ആരും വിളിച്ചു വരുത്തുമൊന്നുമല്ല, ഈ മനുഷ്യൻ്റെ വലിയ സാക്ഷ്യം. അവരെല്ലാവരും ഓടിക്കൂടി. ഇത് കണ്ട് പത്രോസ് പറയുക, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിനിതിൽ അത്ഭുതപ്പെടുന്നു? നിങ്ങൾ എന്തിനിതിൽ സംശയിക്കുന്നു? സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ടല്ല ഇവർ നടക്കാൻ കഴിവ് കൊടുത്തത്, യേശുവാണ് അവന് സൗഖ്യം കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ മഹത്വപ്പെടുത്താൻ ഇതുപോലെ ഒരു കുഞ്ഞവസരമെങ്കിലും തരണേ ഈശോയോട് പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ഒരു കുഞ്ഞവസരമെങ്കിലും കർത്താവെ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ അത് തരാൻ തുടങ്ങും. ചില വ്യക്തികളെ നമുക്ക് അങ്ങനെയാണ് കാണാൻ പറ്റുക. കർത്താവെ, ഞാൻ എന്താ ചെയ്യണ്ടേ? അനുഭവങ്ങളുടെ അടയാളങ്ങളുടെ വഴികളിലേക്ക് നീ എന്നെ ചേർത്ത് പിടിക്കണേ. കർത്താവ് നമ്മളെ ആ വഴിയിലൂടെ കൊണ്ടുപോകാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ യേശുനാമത്തിൻ്റെ ശക്തി പത്രോസിൻ്റെ ജീവിതത്തിൽ, യോഹന്നാൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് ഇടപെട്ടതുപോലെ നമ്മുടെ കാര്യങ്ങൾ വഴി സ്വർഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില പദ്ധതികളുണ്ട്, ചില പ്ലാനുകളുണ്ട്. അത് നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കണം. ഒരുമിച്ച് പോയിരുന്ന് പ്രാർത്ഥിച്ച് സ്വർഗമേ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കുട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, നീ ഞങ്ങളെ അറിയുന്നുണ്ട്. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യാൻ എന്നെ അനുവദിക്കണം. കൃത്യനിഷ്ഠ പോലെ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പെടാം പത്രോസിൻ്റെ യോഹന്നാൻ്റെ ജീവിതത്തിൽ അവിടുത്തെ കരങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചത്. അതുപോലെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുമ്പോൾ, ദൈവ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുമ്പോൾ, കർത്താവെ, നിൻ്റെ കരം ഇറങ്ങി പ്രവർത്തിച്ച് എന്നിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്യാൻ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും അനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര.